അതായത് ജയശ്രീരാം വിളിക്കുന്ന ആളുകൾ, നിങ്ങൾ അവിടെ വന്ന് ജയശ്രീരാം നിങ്ങളെ വിളിച്ചോ, നിങ്ങൾ ഗീത അല്ലെങ്കിൽ മഹാഭാരതമോ കൊണ്ട് നിങ്ങൾ അവിടെ ചെന്നോ, അവിടെ ഒന്നും നിങ്ങളെ ചെയ്യില്ല. നിങ്ങളവിടെ ഖുർആനോ അതല്ലെങ്കിൽ നിങ്ങൾ ബൈബിളോ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ തീർത്ത് കളയും. നമ്മുടെ കേരളത്തിലെ അവന്മാരെ ഭാഷ കേട്ടിട്ട് എനിക്ക് ഒരു മലബാർ സൈഡാണെന്ന് എനിക്ക് തോന്നുന്നത്. Ex-Muslim sangi Muslim, Chris sangi Muslim, sangi chiltinnu ജീവിക്കും ex-Muslim, sangi kay വൈതാളമതിക്കും, sangi kay തുണി പൊക്കി കാണിക്കും, sangi kay തള്ളയെ ഭോഗിക്കും, sangi kay ആസനം നക്കും. ex-Muslim, ex-Muslim എന്തൊക്കെയല്ലേ നടക്കുന്നത്? നിങ്ങളാരെ അറിഞ്ഞോ? പണ്ട് എനിക്കൊന്ന് യു.പിയിലോ ഹരിയാനയിലോ എവിടെ ആയിരുന്നു അല്ലേ ഒരു പാസ്റ്ററെ അടിച്ചിരുന്നത്. അതായത് പാസ്റ്റർ മതപരിവർത്തനം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ബൈബിള് ചൊല്ലിക്കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് ഞാൻ ഓർക്കുന്നുണ്ടൊരു വീഡിയോ. ബൈബിളെല്ലാം കൂടി ഈ സംഘിക്കൂട്ടം ഈ കത്തിച്ച് ബൈബിളും കൊണ്ട് ഒരു പാസ്റ്റർ അങ്ങനെ ജയശ്രീരാം വിളിപ്പിച്ച് നടക്കുന്ന ഒരു വീഡിയോ. കുറേ പേരൊക്കെ അന്ന് അതിനെ എതിർത്തില്ല അല്ലെങ്കിൽ വിമർശിച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിലും ഇതേപോലത്തെ അവസ്ഥകളൊക്കെ ഉണ്ട്. ഒരാൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അത് നമ്മുടെ സംഘി ഗ്രൂപ്പ് അല്ലെങ്കിൽ സംഘികൾ അടക്കി വാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ബൈബിളും ഖുർആനൊന്നും പിടിച്ച് പോകരുത് കേട്ടോ. പോയി കഴിഞ്ഞാലേ ഇപ്പന്മാരത് കത്തിക്കും, നിലത്തിട്ട് ചവിട്ടും, അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്ന ചെങ്ങായിമാരെ അടിച്ചൊടിക്കും. അതിൻ്റെ ഇടയ്ക്ക് വേറെ ന്യൂസ് കണ്ടത്, നമ്മുടെ മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി അതായത് മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്ന പ്രതികളെ തൂക്കിക്കൊന്നേക്കണമെന്ന്. അങ്ങനെ ഉണ്ട് ഓരോ വേട്ടാവളിയന്മാരെ. അല്ല, അവർ പറഞ്ഞത് കാര്യം കേട്ടോ. ഇവന്മാർക്കത് കൊണ്ടുവരാൻ പറ്റും, ഇവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവർക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ പുറത്തിറക്കാൻ പറ്റും, പ്രത്യേകിച്ച് മറ്റൊരു മതത്തിനെ കുത്തുന്ന നിയമങ്ങളാണെങ്കിൽ. ഏതായാലും നമ്മുടെ നാട്ടിൽ ബൈബിള് ചവിട്ടി കൂട്ടുന്ന ഒരു വാണസംഖിനെ നമുക്കൊന്ന് കാണാം. ഞാൻ ഒച്ചുണ്ടാക്കും ഇത് നിങ്ങളെ മാന്യത, ഈ സാറേ നിങ്ങളെ മാന്യത എന്തിനാ പറഞ്ഞ പ്രസംഗിച്ചത് ഒരു കാര്യം ചെയ്യാം. അവിടെ നിങ്ങളില്ല, മുസ്ലിങ്ങളും ഇല്ല. ആ ഒരു ഡയലോഗ് ശ്രദ്ധിച്ച നിങ്ങൾ, ഇവിടെ നിങ്ങളും ഇല്ല മുസ്ലിങ്ങളും ഇല്ല. അതായത് ക്രിസ്ത്യാനികളാണ്, പാസ്റ്റർമാരാണ് അവിടെ വന്നത് കയ്യിൽ ബൈബിളൊക്കെ ആയിട്ട്. അപ്പം ഇവിടെ മുസ്ലിങ്ങളും ഇല്ല നിങ്ങളും ഇല്ല, ഇവിടെ നമ്മൾ മാത്രമല്ല. ഏതാ നമ്മൾ നമ്മുടെ രാമൻ്റെ രാമപ്പട അല്ലേ? അതായത് ജയശ്രീരാം വിളിക്കുന്ന ആളുകൾ, നിങ്ങൾ അവിടെ വന്ന് ജയശ്രീരാം നിങ്ങളെ വിളിച്ചോ, നിങ്ങൾ ഗീത അല്ലെങ്കിൽ മഹാഭാരതമോ കൊണ്ട് നിങ്ങൾ അവിടെ ചെന്നോ, അവിടെ ഒന്നും നിങ്ങളെ ചെയ്യില്ല. നിങ്ങളവിടെ ഖുർആനോ അതല്ലെങ്കിൽ നിങ്ങൾ ബൈബിളോ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ തീർത്ത് കളയും. നമ്മുടെ കേരളത്തിലെ അവന്മാരെ ഭാഷ കേട്ടിട്ട് എനിക്ക് ഒരു മലബാർ സൈഡാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഭാഷയുടെ ഒരു സ്റ്റൈൽ എന്താണെങ്കിലും വേണ്ടില്ല. എന്താണെങ്കിലും നമ്മളെ തീട്ട സംഖ്യകൾ പൊളിച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ കണ്ടിട്ടോ. വീട്ടിലെ പരിപാടി നിങ്ങളെന്താ വിചാരിച്ചാൽ ഞാൻ എന്റെ വീട് പറഞ്ഞിട്ടൊന്ന് കൊണ്ടുവരുത്തവിടെ. എന്റെ വീട് ഞാൻ പറഞ്ഞു കൊണ്ടുവർക്ക് അടിച്ച മുറിക്കുന്ന ആളുകൾ അടിച്ച മുറിക്കും. അപ്പൊ വണ്ടി ഇട്ട് പോ. നിങ്ങളുടെ ഒരു തേങ്ങയുടെ മുറി ഞങ്ങൾക്ക് വേണ്ടോ? വണ്ടി ഇട്ട് പോകണോ? ഒരു ശരാശരി വാണസംഖ്യനെ നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ഇവിടെ ക്രിസ്ത്യാനികളൊന്നും ഇല്ലാന്ന്, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അതെ, നമ്മൾ രാമപ്പട മാത്രമേ ഉള്ളൂ. അപ്പം ജയശ്രീരാം വിളിച്ചൊക്കെ നിങ്ങൾക്ക് ചെല്ലാം, ഒരു കുഴപ്പമില്ല. നമ്മുടെ കേരളത്തിലാണ് വളരെ നന്നായിട്ടുണ്ട്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ തലപൊക്കി വരുന്നുണ്ട്. ഞാൻ വേറെ ചിന്തിച്ചതേ,
ഇതേ സ്ഥാനത്ത് ഒരു മലപ്പുറത്തൊരു സ്ഥലത്ത് നമ്മുടെ മിനി പാകിസ്ഥാനെ നമ്മുടെ പുട്ടും അതുപോലെ തന്നെ നമ്മുടെ എച്ചി മുസ്ലിമുകളും പിന്നെ പീസിനെ പോലത്തെ പബ്ലിക് ക്ലോസറ്റുകളും ഒക്കെ ഇങ്ങനെ രായ്ക്ക് രാമായണം പറയുന്ന നമ്മുടെ മിനി പാകിസ്ഥാൻ മലപ്പുറത്താണ് ഇങ്ങനെ സംഭവം നടന്നിരുന്നെങ്കിലോ അവിടെ ചെന്ന് അവിടെ ഒരാളുടെ ഭഗവത്ഗീത അല്ലെങ്കിൽ രാമായണം ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഒരു മുസ്ലിമാണ് ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല ഇവിടെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പ്രവേശനമില്ല എന്നും പറഞ്ഞ് ബൈബിൾ അങ്ങനത്തെ സാധനമെല്ലാം കയറിയിരുന്നെങ്കിലോ ഇന്ന് കേരളം കത്തിയേനെ അല്ലേ? നമ്മുടെ ജനൻ ടി വിയിലും ന്യൂസ് 18ലും ഏഷ്യാനെറ്റിലും പറഞ്ഞ സകല ചാനലുകളിലും കൂട്ടത്തിന് ABC മലയാളം പോലത്തെ എല്ലാത്തിലും പിന്നെ നമ്മുടെ എച്ചി മുസ്ലിമുകളായിട്ടുള്ള ആരിഫ് ഹുസൈനും അതുപോലെ തന്നെ നമ്മുടെ കാമിതക്കുട്ടി അതുപോലെ മലം ബൈജു വരില്ല, അവനെ പോലീസ് പൊക്കിയിട്ട് കേട്ട് അപ്പോൾ ഓനി വരില്ല കേട്ടോ കുറച്ച് കാലത്തേക്ക്. അതല്ലാത്ത സകലമാന നമ്മുടെ പണിക്കന്മാരും അതുപോലെ തന്നെ എല്ലാവരും നമ്പൂരിമാരെല്ലാവരും ഈ കൂട്ടത്തിൽപ്പെട്ട കുറേ എണ്ണുണ്ട്. എല്ലാവരും കൂടെ ഇപ്പോൾ ഇറങ്ങി ഫുൾ ചർച്ചയായി മക്കളെ. മിനി പാകിസ്ഥാൻ വരുന്നത് അതല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ എങ്ങനെ ഹിന്ദുക്കൾ ജീവിക്കും, അല്ലെങ്കിൽ എങ്ങനെ ക്രിസ്ത്യാനികൾ ഈ നാട്ടിൽ പിഴച്ചു പോകും, മുസ്ലിങ്ങൾ അങ്ങ് അടക്കി വെച്ചിരിക്കല്ലേ, മുസ്ലിങ്ങളത് അങ്ങോട്ട് ഇസ്ലാമിക രാജ്യമാക്കാൻ പോകും, കേരളം മിനി പാകിസ്ഥാനാകും പോകും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ചർച്ചകൾ നമ്മൾ കാണുമായിരുന്നു അല്ലേ? വല്ലാത്തൊരു ടീം. ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഇതൊന്നും പ്രതികരിക്കാൻ ആരുമില്ല. ഏതായാലും മുസ്ലിങ്ങൾ പോലും പ്രതികരിച്ചിട്ടില്ല, നല്ല കാര്യം. ഏതായാലും ക്രിസ്ത്യാനികളുടെ നമ്മുടെ എന്താ വാഴത്തോട്ടോ കരിമ്പും കാലേ ഏതോ കാലനൊക്കെ ഇല്ലേ, ഈ കാലനൊക്കെ വായിൽ അണ്ണാക്കിൽ മറ്റേ ഇടി വെട്ടിയുന്നുണ്ട്. അത് ഓനം ചിലയ്ക്കാനില്ല. പിന്നെ കൂസ അവരിതൊന്നും കാണില്ല. അവന്മാർ വല്ല മോദീജി വല്ലതും മൊഴിഞ്ഞോ അതല്ലെങ്കിൽ നമ്മുടെ ഹമാസ് എന്ത് ചെയ്തു അതല്ലെങ്കിൽ ഇറാൻ ബോംബിട്ടോ ഇതൊക്കെ അവർ മിണ്ടുള്ളൂ. അല്ലാത്ത കാര്യത്തിലൊന്നും മിണ്ടാറില്ല. കേരളത്തിലിപ്പം നീ മൊത്തം അങ്ങോട്ട് എന്താ പറയുക ഈ ക്രിസ്ത്യാനികളെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാലും നമുക്ക് ഫണ്ട് വരുന്നുണ്ട്, നമ്മൾ മിണ്ടില്ല. അതാണ് നമ്മുടെ കാസിൻ്റെ ഒരു അവസ്ഥ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ബാക്കിയുള്ള ആൾക്കാരുടെ അവസ്ഥ. എന്തായാലും മുസ്ലിം പറഞ്ഞ ഭാഗ്യം. ഏതായാലും ആ ബൈബിളെങ്ങാനും ഏതോ നമ്മൾ തലപോയ മുസ്ലിമായിട്ടാണ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ തീർന്നതിനിപ്പോൾ മുസ്ലിങ്ങളെല്ലാവരും കൂടെ ഇവിടുന്ന് ഓടേണ്ടി വന്നേനെ അങ്ങോട്ട് പാകിസ്ഥാനിലോട്ട്. നമ്മുടെ PC നിങ്ങളെല്ലാവരും കൂടെ അങ്ങനെ കുത്തിക്കയറ്റി അവിടെ വിട്ടേനെ. അല്ല ആരിഫ ഈ കണ്ടില്ലതൊന്നും എവിടല്ലേ? നമ്മൾ മുസ്ലിമല്ലേ, നമ്മൾ മുസ്ലിമിനെ മാത്രമല്ലേ? അതായത് ഇസ്ലാം മതത്തിന് എങ്ങനെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ പറയാൻ പറ്റും അതല്ലേ നമ്മൾ നോക്കാറുള്ളൂ അല്ലേ? ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ, നമ്മുടെ സ്വന്തം സംഘ്യമിത്രങ്ങൾ. അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല. അവിടെ ഇരുന്ന് ചിരി പണി വരട്ടെ ഇത് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തിരിക്കട്ടോ. Ex-Muslim sangi Muslim Chris sangi Muslim Sangi chiltinu ജീവിക്കും ex-Muslim Sangi kay vaitalamadikyum Sangi kay tunipuki kanikyum Sangi kay talay bhogikyum Sangi kay asanam nakku